നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനും പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേരളത്തിൽ മാസപ്പിറ കണ്ടു. റമദാൻ വ്രതാരംഭം നാളെ. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പൊന്നാനിയിലും കാപ്പാടും വർക്കലയിലും മാസപ്പിറ ദൃശ്യമായതിനാൽ നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാസത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. സമസ്തയുടെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദും നാളെ മാസപ്പിറവി 1 നാളിലേക്ക് ഉറപ്പിച്ചതായി വിവരം അറിയിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് ആഹ്ലാദമായി പുണ്യ റംസാൻ പിറന്നു. പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സന്തോഷത്തിന്റെ രാപ്പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും. ഒരു മാസക്കാലം വിശ്വാസികൾ പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞ് നോമ്പ് നോൽക്കും. കണ്ണും നാവും ചെവിയുമെല്ലാം അരുതായ്മകളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവത്തിൽ മാത്രം സമർപ്പിക്കും. ആ മാസത്തിന്റെ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാവും ഇനി ഓരോ വിശ്വാസിയും. സംസ്ഥാനത്തെ വിവിധ ഖാസിമാർ റംലാൻ സന്ദേശം നൽകി. സമൂഹത്തിൻ്റെ വികാര വിചാരങ്ങളെ, വേദനകളെ, ആശങ്കകളെ, ഒറ്റപ്പെടലുകളെ, ഇതിനൊക്കെ ഈ വ്രതാനുഷ്ഠാനം നാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പിടിക്കുവാനുള്ള ഒരു വലിയ സന്ദേശവും പരിശുദ്ധ റംസാൻ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റംസാനെ ധന്യമാക്കുവാൻ എല്ലാവരും തയ്യാറാവുക. ഈ റംസാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നുള്ളതാണ്. എല്ലാ പള്ളിയിലെയും ഇമാമുമാർ, ഖതീബുമാർ വെള്ളിയാഴ്ച ജുമാനന്തരമുള്ള പ്രഭാഷണങ്ങൾ പ്രധാനമായും ആവർത്തി നൽകേണ്ടത്. അതാ തറാവീഹിന് ശേഷമുള്ള പ്രഭാഷണങ്ങൾ, വനിതാ ക്ലാസുകളൊക്കെയും നൽകേണ്ടത് ലഹരിക്കെതിരെയുള്ള ഉത്ബോധനങ്ങളാണ്. അള്ളാഹു റമദാനിനെ നല്ല രൂപത്തിൽ തന്നെ ചൈതന്യവത്തായ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനും ഖുർആനും നോമ്പുമെല്ലാം നമുക്ക് ശുപാർശ പറയുന്ന സാഹചര്യം അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ റംസാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നു. അവസാന 10 ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ്. രാത്രിയിലെ തറാവീഹ് നമസ്കാരവും ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ സംഗമങ്ങളുമെല്ലാമായി ഓരോ വിശ്വാസിയും ഇനി പ്രാർത്ഥനയുടെ തിരക്കുകളിലലിയും. 24 കോഴിക്കോട്. റമദാൻ ആരംഭിച്ചതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമം മക്കയിലെ ഹറം പള്ളിയിൽ തുടങ്ങി. ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത്. സൗജന്യമായാണ് ഇവിടെ തീർത്ഥാടകർക്ക് ഇഫ്താർ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റമദാൻ 1 മക്കയിലെ ഹറം പള്ളിയിൽ വാങ്കുവിളി ഉയർന്നതോടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് നോമ്പ് തുറന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. ഹറംകാരി വിഭാഗവും സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമാണ് ഇവിടെ തീർത്ഥാടകർക്ക് സൗജന്യമായി നോമ്പുതുറ ഒരുക്കുന്നത്. റമദാൻ അവസാനിക്കുന്നതുവരെ ഇത് തുടരും. കാരക്കയും സംസം വെള്ളവും അറബ് ഗഹ്വയും ജ്യൂസും ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് നോമ്പ് തുറക്കാനായി വിതരണം ചെയ്യുന്നത്. ഹറം പള്ളിയിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നവർ നേരത്തെ അധികൃതരുടെ അനുമതി വാങ്ങണം. നോമ്പ് തുറക്കുന്നതിന് 2.5 മണിക്കൂർ മുമ്പ് അസർ വാങ്ങി വിളിക്കുന്നതോടെ തന്നെ വിശ്വാസികൾക്ക് മുമ്പിൽ സുപ്ര വിരിച്ചു തുടങ്ങും. ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കുന്നവർ തന്നെ അത് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുകയും ഇഫ്താറിന് ശേഷം വൃത്തിയാക്കുകയും ചെയ്യുന്നു. മഗ്രിബ് വാങ്ങി വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ നോമ്പ് തുറന്ന് മഗ്രിബ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. റമദാൻ അവസാനത്തെ 10 പ്രത്യേകിച്ച് 27-ാം രാവിൽ 30 ലക്ഷത്തോളം വിശ്വാസികൾ ഹറം പള്ളിയിലെത്താറുണ്ട്. മക്കയെ പോലെ തന്നെ മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിലും റമദാൻ മുഴുവനും ഇഫ്താർ വിരുന്നൊരുക്കാറുണ്ട്. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. റമദാനിൽ മതവും നിറവും നോക്കാതെ എല്ലാവരും പരസ്പരം സഹായിക്കണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. എല്ലാ മതവിശ്വാസികളും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്ന ഗൾഫിലെ കാഴ്ച ലോകത്തിന് തന്നെ മാതൃകയാണെന്നും എം.എ. യൂസഫ് അലി റമദാൻ സന്ദേശത്തിൽ പറഞ്ഞു. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും, എല്ലാ അസോസിയേഷനുകളും, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാ രാജ്യക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പുതുറ സംഘടിപ്പിക്കുകയാണ്. അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഈ സ്നേഹവും സാഹോദര്യവും പരസ്പര ബഹുമാനവും എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച്
പങ്കെടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും. ഭക്ഷ്യധാന്യം കൊണ്ടാണ് സഹായിക്കാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ സഹായിക്കണം. അതിൽ മതം നോക്കരുത്, എവിടുത്തുകാരാണെന്ന് നോക്കരുത്, അതിൽ നിറം നോക്കരുത്. എല്ലാ മനുഷ്യരും ഒന്നാണ്. റമദാൻ കാലമായതോടെ സൗദിയിലെ വിപണികളും സജീവമായി. ഇഫ്താറുകൾ ഒരുക്കാൻ ആവശ്യമായ വിഭവങ്ങളും വിവിധ തരത്തിലും രുചിയിലുമുള്ള ഈന്തപ്പഴങ്ങളും തന്നെയാണ് വിപണിയിലെ മുഖ്യ ആകർഷണം. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റംസാൻ കാലം വന്നെത്തിയതോടെ പ്രവാസ ലോകത്തെ വിപണികളും കൂടുതൽ സജീവമായി. നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ നേരത്തെ വാങ്ങാനുമുള്ള തിരക്കായിരുന്നു എല്ലായിടത്തും. വിപണികളിൽ പുത്തനുണർവ് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയോടെ സൗദിയിലെ മാളുകളും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളുമെല്ലാം ദിവസങ്ങൾക്ക് മുമ്പേ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കമാനങ്ങൾ ഒരുക്കിയും മാളുകൾ ദീപാലങ്കൃതമാക്കിയും ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകളും സമ്മാനങ്ങൾ ഒരുക്കിയുമെല്ലാം വിപണികൾ വർണ്ണശോഭയിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. നോമ്പുതുറക്കുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കായിരുന്നു മാളുകളിലെല്ലാം. Everything is available over here and we have this offers and everything is good. Thank you guys. Ramadan Kareem. വ്യത്യസ്ത രുചിയിലുള്ള വിവിധയിനം ഈത്തപ്പഴങ്ങൾ തന്നെയാണ് ഈ വർഷത്തെ മുഖ്യ ആകർഷണം. നോമ്പിനെല്ലാം പർച്ചേസിങ്ങിന് വന്നതാണ്. പച്ചക്കറികളൊക്കെ എടുത്ത് ഇത്രയും വെറൈറ്റി ഉള്ള ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ശൃംഖല മറ്റേടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ റമദാൻ്റെ പർച്ചേസിന് ഇറങ്ങിയാണ്. മാഷാഅല്ലാഹ് ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു ഓഫറും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഈത്തപ്പഴം ലോകത്തിലത്തെ എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഫ്രൂട്ട്സുകളും മത്സ്യങ്ങളും മാംസങ്ങളും എല്ലാം വാങ്ങാനുള്ള തിരക്കായിരുന്നു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ. മറ്റുള്ളവർക്ക് സമ്മാനിക്കാനായുള്ള റമദാൻ സ്പെഷ്യൽ ബോക്സും ഗിഫ്റ്റ് വൗച്ചറുകളുമെല്ലാം തയ്യാറായി. ഇഫ്താറുകളെ രുചികരമാക്കാൻ കടൽ കടന്നെത്തിയ പച്ചക്കറികളും വിപണികൾ കൈയടക്കി കഴിഞ്ഞു. റമദാൻ വിപണികൾ സജീവമായി കഴിഞ്ഞു. വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് പ്രവാസികളും. സുബൈറുദ്ദീനൂർ, 24 ദമാം. ലോകോത്തര ബ്രാൻഡുകളുടെ GCCയിലെ വിൽപ്പനക്കാരായ വേൾഡ് ബ്രാൻഡ് ആൻഡ് ബ്രാൻഡ് സൂക്കിന്റെ പുതിയ ഔട്ട്ലെറ്റ് ദമാമിൽ പ്രവർത്തനം തുടങ്ങി. ഖാലിദിയിലെ ജുനൂബിയിൽ ആരംഭിച്ച സൗദിയിലെ മൂന്നാമത്തെ ഔട്ട്ലെറ്റിൽ ബ്രാൻഡഡ് ഫുട്വെയർ, പെർഫ്യൂം, ട്രാവൽ ബാഗ്സ് എന്നിവയുടെ വൻ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ലോകോത്തര ബ്രാൻഡുകളുടെ ദുബായിലെ രാജാക്കന്മാരായ വേൾഡ് ബ്രാൻഡ് ആൻഡ് ബ്രാൻഡ് സൂക്കിന്റെ പുതിയ ഔട്ട്ലെറ്റാണ് സൗദിയിലെ ദമാമിലെ ഖാലിദിയ ജുനൂബിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. GCCയിലെ ലോകോത്തര ബ്രാൻഡുകളുടെ വിൽപ്പനക്കാരായ വേൾഡ് ബ്രാൻഡ് ആൻഡ് ബ്രാൻഡ് സൂക്കിന്റെ സൗദിയിലെ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണിത്. ഖാലിദിയയിലെ ജുനൂബിയിൽ ഏറെ വിശാലതയോടെ ആരംഭിച്ച ഔട്ട്ലെറ്റിൽ ബ്രാൻഡഡ് ഫുഡ്വെയർ, പെർഫ്യൂം, ട്രാവൽ ബാഗ്സ് എന്നിവയുടെ വൻ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. വെയർഹൌസ് മാതൃകയിൽ ക്രമീകരിച്ചിരിക്കുന്ന വേൾഡ് ബ്രാൻഡ് ആൻഡ് ബ്രാൻഡ് സൂക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാർക്കറ്റിംഗ് ഹെഡ് ഖാലിദ് അൽ തുർക്കി പറഞ്ഞു. Alhamdulillah, we are happy that we are starting before Ramadan, opening the branch here in Dammam. We are starting from Dubai since long time. We are opening 4 branches in Dubai. So now we are opening here in Saudi Arabia and Riyadh, then the second branch at Dammam. And soon, inshallah, you will see us in all the GCC countries. We are dealing with the international brands with shoes, perfume, and we have bags, we have also caps. All this with unbelievable prices. 3 ജോഡി ബ്രാൻഡ് ഷൂസുകൾ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് 399 റിയാൽ എന്ന കോംബോ ഓഫറുകളും ഇപ്പോൾ ലഭ്യമാണ്. നമ്മൾ 400-500 കൊടുത്തിട്ടാണ് മറ്റ് ഷോറൂമിൽ നിന്ന് ഷൂസ് എടുക്കുന്നത്. ഇവിടെ ഒരു കിഡിലൻ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 399 നമുക്ക് 3 ടൈപ്പ് ബ്രാൻഡഡ് ഷൂ കിട്ടും. അതൊരു കിഡിലൻ ഓഫർ അല്ലേ? ഇത്രയും വലിയ ഷോറൂം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ദമാമിൽ കാണുന്നത്. ദുബായിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് നല്ല അടിപൊളി പിന്നെ ഷോറൂമൊക്കെ. അതുപോലെ ഇത് റിയാദിലും വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ദമാമിലേക്ക് വരാൻ വേണ്ടി. ഇന്നിത് ദമാമിൽ വന്നു. ഞാൻ ഇവിടെ വന്നു. നമ്മൾ വിചാരിച്ച് ലിമിറ്റഡ് കളക്ഷൻ ഉണ്ടാവുള്ളൂ, പക്ഷേ അടിപൊളി കളക്ഷൻ. നമ്മൾ ദമാമുകാർക്ക് ഇതൊരു വേറിട്ട അനുഭവം കേട്ടോ. കാരണം ദുബായിലും പല ഭാഗങ്ങളും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ദമാമിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും താങ്ക് യു. ദമാമിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല അമേസിങ് കളക്ഷൻസ് ഉണ്ട്, ലൈക്ക് നല്ല ഓഫേഴ്സും ഉണ്ട്, ലൈക്ക് ഗ്രേറ്റ് അമേസിങ് ഡീൽസ്. ലോകോത്തര ബ്രാൻഡുകൾ ഇഷ്ടപ്പെടുന്ന സൗദി കിഴക്കൻ പ്രവിശ്യയിലുള്ളവരുടെ ഒരു ഇഷ്ടകേന്ദ്രം കൂടിയായിരിക്കും ദമാം ഖാലിദിയയിലെ വേൾഡ് ബ്രാൻഡ് ആൻഡ് ബ്രാൻഡ് സൂക്ക്. സുബൈറുദ്ദീനൂർ, 24 ദമാം.
രാജ്യത്ത് ക്യാൻസർ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ത്യൻ കൗൺസിൽ റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച ലാൻസെറ്റ് റിപ്പോർട്ട് പ്രകാരം ക്യാൻസർ കേസുകളിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. മരണനിരക്കിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ അവബോധ സ്ക്രീനിംഗ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അധ്യക്ഷനായി. ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ്, ഓങ്കോളജി വിഭാഗം അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ MV പിള്ള, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ്, ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാൽ, ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ്, ലഫ്റ്റനന്റ് കേണൽ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയുടെ കായൽ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി പഞ്ചനക്ഷത്ര പുരവഞ്ചി നീറ്റിലിറക്കി ശ്രീ ഗോകുലം ഗ്രൂപ്പ്. ആലപ്പുഴ പുന്നമടയിൽ നടന്ന ചടങ്ങിൽ ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ടൂറിസം രംഗത്ത് ആദ്യമായി കാരവാൻ അവതരിപ്പിച്ചത് ശ്രീ ഗോകുലം ഗ്രൂപ്പാണ്. അതിനു പിന്നാലെയാണ് ആലപ്പുഴയിലെ പഞ്ചനക്ഷത്ര ഹൗസ് ബോട്ട്. $2 കോടി രൂപയാണ് ബോട്ടിന്റെ നിർമ്മാണ ചെലവ്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സ്യൂട്ട് മുറികളും പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകളുമാണ് ബോട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴ പുന്നമട ഗോകുലം ശബരി ഗ്രാൻഡിലായിരുന്നു ഉദ്ഘാടന പരിപാടി. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പാലുകാച്ചൽ കർമ്മം നിർവഹിച്ചു. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്, ടൂറിസ്റ്റ് സെന്ററായി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ആലപ്പുഴ. അതുകൊണ്ടാണ് ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഇത് ആരംഭിക്കേണ്ട കാരണം. ഈ ആലപ്പുഴയാണ് ടൂറിസ്റ്റിന് ഏറ്റവും സന്തോഷകരമായിരിക്കാനും ബോട്ട് യാത്ര ചെയ്യാനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അതുകൊണ്ടൊക്കെ ഇത് സാധാരണ ബോട്ട് കഴിഞ്ഞ് ഒരു വീട്ടിൽ വന്ന് ഒരു ഫാമിലിയോട് വന്ന് ടൂറിസ്റ്റ് ഇത് 2 ദിവസം ഇതിൽ തന്നെ താമസിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ബോട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഡയറക്ടർ പുഷ്പാങ്കദൻ, ഗോകുലം ഹോട്ടൽസ് കോർപ്പറേറ്റ് മാനേജർ ജയറാം, തുറവൂർ ശ്രീഗോകുലം SNGM ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ പ്രതിനിധീകരിച്ച കേണൽ പ്രഭാകരൻ, ശ്രീഗോകുലം ചിറ്റ്സ് AGM ദിനേശൻ, ഗോകുലം ട്രാവൽസ് മാനേജിംഗ് പാർട്ണർ PS സുലേഖൻ എന്നിവർ പങ്കെടുത്തു. 24 ആലപ്പുഴ. നിക്ഷേപക സംഗമത്തിലെ വാഗ്ദാനങ്ങൾ ഉറപ്പിക്കാൻ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ. നിക്ഷേപ വാഗ്ദാനങ്ങളുടെ അവലോകന യോഗം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേരും. കൊച്ചിയിൽ 24 ബിസിനസ് അവാർഡാണ് ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത വ്യവസായ മന്ത്രി P രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമെന്നായിരുന്നു സർക്കാർ വിലയിരുത്തൽ. അന്തിമ കണക്കുകൂട്ടലിൽ നിക്ഷേപ വാഗ്ദാനം 1,72,000 കോടിയായി. ഇനി വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റേത്. ഇനി 3-ാം തീയതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഓർഗനൈസേഷൻസുമായിട്ടുള്ള ആശയവിനിമയമാണ്. CII, FICCI, KSSIA. ഇനി നമ്മളെങ്ങനെ മുന്നോട്ട് പോകാം? അത് കഴിഞ്ഞാൽ 13-ാം തീയതി മന്ത്രിതല മീറ്റിംഗ് ആണ് വിവിധ വകുപ്പുകളുടെ. പിന്നെ ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗ്. മുഖ്യമന്ത്രി ഇതിനെങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും? നിക്ഷേപ സംഗമത്തിലെ ഉറപ്പ് പ്രകാരം 50 കോടി രൂപ വരെയുള്ള സംരംഭം ആരംഭിച്ച് 3 മാസം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാമെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. ഇപ്പം 50 കോടിയാണെങ്കിലും യൂണിയൻ ഗവൺമെന്റ് 125 കോടിയായിട്ട് MSME ഡെഫിനിഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 125 കോടി വരെ 3.5 വർഷം പ്രിൻസിപ്പൽ അപ്രൂവലിൽ പ്രവർത്തിക്കാൻ കഴിയും. 11 വിഭാഗങ്ങളിലായി സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ 500ഓളം കുട്ടികൾക്ക് 24 കണക്റ്റിന്റെ ഭാഗമായി CGM സിസ്റ്റം ഡിവൈസ് നൽകുന്ന കുഞ്ഞുമിഠായി പദ്ധതിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെൻ കെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ സമ്പന്നമാക്കി. 24 കൊച്ചി.
മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2024 പുരസ്കാരം 24 ബിസിനസ് എഡിറ്റർ ക്രിസ്ത്യന ചെറിയാന. മലയാളി സംരംഭകരുടെ ജീവിതവും വിജയകഥകളും തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരം. 24 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ വാല്യൂ പ്ലസ് എന്ന പരിപാടി ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ഈ മാസം 4 വൈകിട്ട് 7 മണിക്ക് കൊച്ചിയിലെ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. തിരികെ വാർത്തകളിലേക്ക്. കോട്ടയത്ത് 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമെന്ന് സംശയം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മണർകാട് സ്വദേശിയായ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി. 17-ാം തീയതി സ്കൂളിൽ വെച്ചാണ് കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. വീട്ടിലെത്തിയപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. ഇതോടെ വടവാതൂരിലെ ആശുപത്രിയിലും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്കും മാറ്റി. രക്തസമ്മർദ്ദം കൂടിയതോടെ 4 വയസ്സുകാരൻ അബോധാവസ്ഥയിലായി. പിന്നാലെ കുട്ടി ചോക്ലേറ്റ് കഴിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് രക്ഷിതാക്കൾക്ക് സംശയം തോന്നിയത്. തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വിശദ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. പരിശോധനയിൽ ബെൻസോഡയാസിപ്പെൻസിന്റെ സാന്നിധ്യം കണ്ടെത്തി. നമുക്കറിയത്തില്ല. ഇപ്പോൾ കുഞ്ഞിന് ബോധം വന്നപ്പോഴത്തേക്ക് അവനോട് തന്നെ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് മോനെ, ഫോട്ടോ കാണിച്ച് ഞാൻ ചോദിച്ചു, മോനെ ഇതാണോ കഴിച്ചത്? അപ്പോൾ പറഞ്ഞു, അമ്മ ഞാൻ ഇതാണ് കഴിച്ചത്, ഇത് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയെന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞു. ചോക്ലേറ്റ് എങ്ങനെ ക്ലാസ് റൂമിൽ എത്തിയെന്ന് ആർക്കും അറിയില്ല. ക്ലാസ്സിൽ നിന്ന് ലഭിച്ചുവെന്നാണ് കുട്ടി പറയുന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ? ആണോ? ഉറക്കം വന്നോ? ആണോ? ക്ലാസ്സിൽ വെച്ച് ക്ഷീണം വന്നോ? സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് നൽകിയിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥയ്ക്ക് നൽകുന്ന മരുന്നാണ് കണ്ടെത്തിയത്. ചിലർ ലഹരിക്കായും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടറും ഇടപെട്ടു. 24 കോട്ടയം. ലഹരി മാഫിയക്കെതിരായ 24ന്റെ അന്വേഷണം തുടരുകയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗമാക്കാൻ ഉപയോഗിക്കുന്നത് ലഹരി അടങ്ങിയ ചോക്ലേറ്റ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ചോക്ലേറ്റുകളിൽ ലഹരി ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സമ്മാന പൊതിയാക്കി മാറ്റുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. ലഹരി മാഫിയ സംഘം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ എങ്ങനെ ലക്ഷ്യം വെക്കുന്നു, എങ്ങനെ ആകർഷിക്കുന്നു എന്നും വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. ചോക്ലേറ്റുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ചേർത്ത ശേഷം സമ്മാന പൊതികളാക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ പരിചയപ്പെടുന്നവർക്കാണ് ലഹരി ചോക്ലേറ്റുകൾ നൽകിയത്. ക്രമേണ ഇവർ ഈ സംഘത്തിന്റെ ഭാഗമാകും. പിന്നീട് കുട്ടികളെ ലൈംഗികമായി പോലും ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടും. ലഹരി വിൽപ്പനയ്ക്ക് പുറമെ സ്വന്തമായി ലഹരി ഉപയോഗിച്ച ശേഷം അതിന്റെ വീഡിയോകളും ഇൻസ്റ്റഗ്രാം പേജുകളിലും ഗ്രൂപ്പുകളിലും പങ്കുവെക്കുന്നതും ഇവരുടെ രീതിയാണ്. പുതുതായി കുട്ടികളെ കൊണ്ടുവരാൻ സാധിച്ചോ എന്നതും ലഹരി മാഫിയ സംഘം ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നുണ്ട്. കൊച്ചി നഗരത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഈ സംഘത്തിന്റെ ഭാഗമാണ്. ലഹരി സംഘത്തിന്റെ ഭാഗമായ കുട്ടികൾ പഠിക്കുന്നതും കൊച്ചിയിലെ സ്കൂളുകളിൽ തന്നെ. സ്ഥിരമായി ലഹരി ഉപയോഗിച്ച ശേഷം വാങ്ങാൻ പണമില്ലാതാകുന്നതോടെ ലഹരിക്കായി മോഷണം നടത്തിയതായും ഇതേ കുട്ടികളിൽ ഗ്രൂപ്പുകളിൽ പറയുന്നു. നിയമത്തിനു മുന്നിൽ പ്രായത്തിന്റെ ആനുകൂല്യം മറയാക്കി ലഹരി കച്ചവടം നടത്തുന്നവരെ പൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്തരക്കാർക്ക് കുട്ടികളെന്ന പരിഗണന നൽകണമോ എന്ന കാര്യം സർക്കാർ ഗൗരവമായി തന്നെ പരിശോധിക്കണം. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. മുഹമ്മദ് ഷഹബാസിന് കണ്ണീരോടെ വിട ചൊല്ലി ജന്മനാട്. താമരശ്ശേരി കിടവൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. നിരവധി പേരാണ് മുഹമ്മദ് ഷഹബാസിന് അന്ത്യയാത്രാ മൊഴി നൽകാനായി എത്തിയത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ മുഹമ്മദ് ഷഹബാസിന്റെ വേർപാട് താങ്ങാനാകുന്നില്ല ഉറ്റവർക്ക്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചതിരിഞ്ഞാണ് മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം ചുങ്കം പാലോറക്കുന്നിലെ തറവാട്ടു വീട്ടിലെത്തിച്ചത്. കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മുഹമ്മദ് ഷഹബാസിനെ അവസാന നോക്ക് കണ്ടു.
ചുങ്കം ടൗൺ മസ്ജിദിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാരും സഹപാഠികളും ഉൾപ്പെടെ നിരവധി പേർ മുഹമ്മദ് ഷഹബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കിടവൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. ചുങ്കം പാലോറക്കുന്ന് ഇക്ബാൽ ഹസീന ദമ്പതികളുടെ മകനാണ് 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ്. തിങ്കളാഴ്ച SSLC പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് അതിക്രൂര മർദ്ദനവും പിന്നാലെ മരണവും. 24 കോഴിക്കോട്. തിരികെ വാർത്തയിലേക്ക്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ സെഞ്ചുറി നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് വിദർഭയുടെ മലയാളി താരം കരുൺ നായർ 24നോട് പറഞ്ഞു. അവസാന ദിനത്തിലെ ആദ്യ സെഷൻ നിർണായകമായെന്നും കരുൺ നായർ ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ്. കരുൺ, ഒരു പ്രഷർ സിറ്റുവേഷനിലാണ് വരുന്നത്. 2 വിക്കറ്റ് പോയി, ആ തുടക്കത്തിൽ തന്നെ നഷ്ടമാവുന്നു. അപ്പോൾ ആ സമയത്ത് വന്നപ്പം ലോങ് ഇന്നിങ്സ് കളിക്കാനുള്ള ഡിറ്റർമിനേഷനോടെ തന്നെയാണ് വന്നത്. ഫോർ ഷുവർ കളിച്ചേ പറ്റുമായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് കളിക്കണമെന്ന് അത് ആ സിറ്റുവേഷനിൽ ഡിമാൻഡായിരുന്നു ആ സിറ്റുവേഷൻ്റെ. സോ ഞാനും അങ്ങനെ തന്നെ ആലോചിച്ച് വന്നത്. ആൻഡ് ഫസ്റ്റ് ഇന്നിങ്സ് 100 മിസ്സായതുകൊണ്ട് ഒരു ചാൻസും കൂടെ കിട്ടുന്നുണ്ട്. 100 ഉണ്ടാക്കണം. ഈസി ആയിരിക്കത്തില്ല, പക്ഷേ ആ ഒരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു. കളിക്കണം, ചാൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് നല്ലതായിട്ട് കളിക്കുമ്പം അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. സോ കൂടുതലൊന്നും ആലോചിച്ചില്ല. സെഷൻ ബൈ സെഷൻ കളിച്ച് നേരെ കളിച്ച് സിംഗിൾസ് എടുക്കാൻ നോക്കി. ആൻഡ് അപ്പോൾ ഒരു ബൗണ്ടറി വരുന്നുണ്ടായിരുന്നു. സോ കൂടുതൽ ട്രൈ ഒന്നും നമ്മൾ ചെയ്തില്ല. സെഞ്ചുറി അടിച്ചതിന് ശേഷമുള്ള സെലിബ്രേഷനിൽ 9 എന്ന് കാണിച്ചു. അത് 9 സെഞ്ചുറിയാണ് ഈ സീസണിൽ. അത് സെലക്ടർമാർ കണ്ടുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ട്. ആൻഡ് എൻ്റെ സൈഡിൽ നിന്ന് സ്കോർ ചെയ്യാനേ ഞാൻ നോക്കുന്നുള്ളൂ. അവരുടെ ജോബാണ് സെലക്ട് ചെയ്യാൻ. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന സ്കോർ ചെയ്യാനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ഐ സൈഡ് സെലിബ്രേഷൻ ചെയ്യാൻ എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യുമെന്ന്. അത്രേ ഉള്ളൂ. എൻ്റെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ചെയ്തത്. ഈ 5th ഡേയിലേക്ക് വരുമ്പോൾ ട്രോഫി വിദർഭയുടെ ഷെൽഫിലെത്തി കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? അങ്ങനെയൊന്നും പറയാൻ ഒക്കത്തില്ല. ക്രിക്കറ്റ് ഒരു ഫണ്ണി ഗെയിമാണ്. സോ ബട്ട് നമ്മൾ പോയി നാളെയും സ്റ്റാർട്ട് ചെയ്യണം. ഒരു 1-2 സെഷൻ കളിക്കാൻ നോക്കണം. ആൻഡ് ബൈ സെഷൻ കളിക്കാൻ നോക്കിയാൽ ഫോർ ഷുവർ നമുക്ക് ഒബ്വിയസ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ആ അഡ്വാൻറ്റേജിനെ കൂടുതലാക്കണമെന്ന് നോക്കാം. നാളെ മാക്സിമം റൺ എടുക്കുകയാണോ ഉദ്ദേശം ഫസ്റ്റ്? വേറെ ഒന്നും നമുക്ക് അത്രയ്ക്ക് വേറെ ഒന്നും ഉദ്ദേശമില്ല. എത്ര നേരം കളിക്കാൻ ഒക്കോ അത്ര നേരം കളിക്കാൻ നോക്കും. കേരളത്തിന് പണി കൊടുക്കാതെ കേരളത്തിന് വേണ്ടി കളിക്കും എപ്പോഴെങ്കിലും? അങ്ങനത്തെ ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ല. വരുമ്പം അങ്ങനത്തെ നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കരുൺ നായരാണ് 24നൊപ്പം വിദർഭ സ്റ്റേഡിയത്തിൽ നിന്ന് ചേർന്നത്. വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.